गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। വിവേകചൂടാമണിയിൽ 17 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ വേദാന്ത പഠനത്തിൽ ആരാണ് അധികാരി, ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അധികാരിക്കാണ് ഫലസിദ്ധി ഉണ്ടാവുന്നത്. മറ്റ് ദേശകാലാദ്യങ്ങളായ ഉപായങ്ങൾ വേറെയുമുണ്ട്, അവ സഹകാരി സാധനങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വേദാന്ത പഠനത്തിൽ അധികാരമാർക്ക്? ഇവിടെയാണ് ചില സമ്പത്തുകളുള്ളവരാണ് വേദാന്ത വിചാരത്തിന് അധികാരികളാവുന്നത്. സമ്പന്നന്മാരാണ് വേദാന്ത വിചാരത്തിന് അധികാരികളാവുന്നത്. എന്ത് സമ്പത്ത്? വിവേകം, വിരക്തി, ശമാധി, ഷഡ്കസമ്പത്തി, മുമുക്ഷുത്വം. ഈ 9 സാധനകളുള്ളവരാണ്, ഈ സമ്പത്ത് കൈവശം വെച്ചിട്ടുള്ളവരാണ് വേദാന്ത വിചാരത്തിന് അധികാരികളാവുന്നത്. ഇതാണ് നമ്മൾ 17ാമത്തെ ശ്ലോകത്തിൽ പഠിച്ചത്. വിവേകിനോ വിരക്തസ്യ ശമാധി ഗുണശാലിനഃ മുമുക്ഷോരേവ ഹി ബ്രഹ്മ ജിജ്ഞാസാ യോഗ്യതാമതാ. വിവേകിയും വിരക്തനും ശമാധി ഗുണശാലിയും മുമുക്ഷുവുമായ ആൾക്കാണ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് പൂർണ്ണമായ യോഗ്യത വരുന്നത്. ഇത് വിസ്തരിച്ച് പറയാൻ പോവുകയാണ്. ഇപ്പം പറഞ്ഞ സാധന സമ്പത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞേ? വിവേകി, വിരക്തൻ, ശമാധി ഗുണശാലി, മുമുക്ഷു. ഇതാണ് 4 സമ്പത്തിനെ കുറിച്ച് സൂചിപ്പിച്ചത്. വിവേകിയായിരിക്കണം, വിരക്തനായിരിക്കണം, ശമാധി ഗുണശാലിയായിരിക്കണം, മുമുക്ഷുവായിരിക്കണം. ഈ 4 സമ്പത്തും തികഞ്ഞ ആൾക്കാണ് വേദാന്ത വിചാരത്തിൽ യോഗ്യത. അപ്പം ഇതിൽ ഓരോന്നിനെ വിസ്തരിച്ച് പറയാൻ പോവുകയാണ് ഇനിയുള്ള ഭാഗത്ത്. ശരിക്കും പറഞ്ഞാൽ അധികാരി നിരൂപണം വളരെ വിശദമായി ചെയ്യുകയാണ് ആചാര്യൻ. നോക്കൂ, സാധനാന്യത്ര ചത്വാരി കഥിതാനി മനീഷിഭിഃ യേഷു സത്സ്വേവ സന്നിഷ്ഠ യദഭാവേന സിദ്ധ്യതി. സാധനാന്യത്ര ചത്വാരി കഥിതാനി മനീഷിഭിഃ യേഷു സത്സ്വേവ സന്നിഷ്ഠ യദഭാവേന സിദ്ധ്യതേ. അത്ര സാധനാനി ചത്വാരി മനീഷിഭിः കഥിതാനി.
അത്ര. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ. ഇവിടെ എന്താ ഇവിടെ എന്ന് പറഞ്ഞ അർത്ഥം? തൊട്ട് മുൻ ശ്ലോകത്തിൽ ബ്രഹ്മജിജ്ഞാസായോഗ്യത എന്നാണ് പറഞ്ഞത്. ബ്രഹ്മജിജ്ഞാസയ്ക്ക് യോഗ്യത ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ വിവേകം, വിരക്തി, ശമാധി ഗുണങ്ങൾ, മുമുക്ഷുത്വം എന്നിവയാണെന്ന് പറഞ്ഞു. അതാണ് ബ്രഹ്മജിജ്ഞാസയ്ക്ക് യോഗ്യത ഉണ്ടാക്കുന്നത്. യോഗ്യന്മാർക്ക് ഏതൊരു ഒരു തലത്തിലേക്കും കയറാൻ സാധിക്കും. ആ യോഗ്യതാ നിരൂപണം നമ്മൾ ചെയ്യുകയാണ്. അതുകൊണ്ട് അത്ര എന്ന് പറഞ്ഞാൽ ബ്രഹ്മജിജ്ഞാസയുടെ വിഷയത്തിൽ സാധനാനി ചത്വാരി, ചത്വാരി 4 സാധനാനി സാധനകൾ, 4 സാധനകൾ കഥിതാനി പറയപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ 4 സാധനകളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആരാൽ പറയപ്പെട്ടിരിക്കുന്നത്? മനീഷിബിഹി, മനീഷികളാൽ. മനീഷി എന്നുള്ളതിന് സാമാന്യമായി പണ്ഡിതന്മാരാൽ എന്നർത്ഥം പറയാം. വിശേഷമായി ചിന്തിക്കുമ്പോൾ മനസ്സിനെ തീർത്തും ഈശനം ചെയ്തവരാരോ നിയന്ത്രിച്ചവരാരോ അവരാണ് മനീഷികൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങളെ ജയിച്ചവർ. അത് വേണോ, ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അതാണോ, ഇതാണോ, ഇങ്ങനെയുള്ള സങ്കല്പ വികല്പാത്മകമായ വൃത്തിയെ ജയിച്ചവർ, മനസ്സിനെ ജയിച്ചവർ. മനസ്സിനെ ജയിച്ചവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധിയിൽ ഉറച്ചവർ, നിശ്ചയത്തിൽ ഉറച്ചവർ. അങ്ങനെയുള്ള മനീഷികളാൽ, പണ്ഡിതന്മാരാൽ കഥിതാനി പറയപ്പെട്ടിരിക്കുന്നു. എന്താ പറയപ്പെട്ടത്? ചത്വാരി സാധനാനി, 4 സാധനകൾ പറയപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയാണ് യേഷു സത്സ്വേവ സന്നിഷ്ഠാ സിദ്ധ്യതി യദഭാവേ ന സിദ്ധ്യതി. യേഷു സത്സു, യേഷു എന്ന് പറഞ്ഞാൽ യാവയിൽ, സത്സു ഉള്ളവയിൽ. അപ്പം യേശു സത്സു എന്ന് ഒന്നിച്ച് പറഞ്ഞാലോ, ഇവ ഉണ്ടായാൽ മാത്രമേ എന്ത്? സന്നിഷ്ഠ സിദ്ധ്യതി, സന്നിഷ്ഠ സിദ്ധമാകൂ. സത്തിലുള്ള, ഉണ്മയിലുള്ള നിഷ്ഠ, ഉറച്ച സ്ഥിതി. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നിതരാം തിഷ്ഠതി, നല്ല പോലെയുള്ള ഉറച്ചിരിപ്പാണ് നിഷ്ഠ. അപ്പം സത്തിൽ ഉറച്ചിരിപ്പ് ഉണ്ടാവണമെങ്കിൽ ഈ 4 ഉണ്ടാവണം. ഏതഭാവേ ന സിദ്ധ്യതി, ഇതില്ലെങ്കിലില്ല. ഇതുണ്ടെങ്കിലുണ്ട്, ഇതില്ലെങ്കിലില്ല എന്ന് വെച്ചാൽ അർത്ഥം ഈ 4 സാധനകൾ ഉണ്ടെങ്കിലേ സന്നിഷ്ഠ ഉണ്ടാവുള്ളൂ. ഈ 4 സാധനകൾ ഇല്ലെങ്കിൽ സന്നിഷ്ഠ ഇല്ല എന്ന് പറയുമ്പോൾ ബ്രഹ്മജിജ്ഞാസയുടെ വിഷയത്തിൽ ഈ 4 സാധനകൾ വളരെ പ്രധാനമാണ്. ഇവിടെ നമുക്ക് അധികം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ ആചാര്യൻ തന്നെ വിസ്തരിച്ച് പറയുക, വളരെ വിസ്തൃതമായി പറയുക. അതങ്ങോട്ട് തർജ്ജമ ചെയ്യുകയേ വേണ്ടു, വ്യാഖ്യാനിക്കുകയേ വേണ്ട. അത്ര വിസ്തൃതമായിട്ടാണ് ഇവിടെ ആചാര്യൻ തന്നെ പറയുന്നത്. നോക്കൂ, ആദൗ നിത്യാനിത്യ വസ്തുവിവേക പരിഗണ്യത്തെ ഇഹാമുത്ര ഫലഭോഗ വിരാഗസ്തദനന്തരം ശമാദിഷട്ക സമ്പത്തി മുമുക്ഷുത്വമിതി സ്ഫുടം. ആദൗ നിത്യാനിത്യ വസ്തുവിവേക പരിഗണ്യത്തെ ഇഹാമുത്ര ഫലഭോഗ വിരാഗസ്തദനന്തരം ശമാദിഷട്ക സമ്പത്തിർ മുമുക്ഷുത്വമിതി സ്ഫുടം. ഇവിടെ ശ്ലോകത്തിൻ്റെ പകുതിയിൽ നമ്മൾ നിർത്തുകയാണ്. അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആദൗ, ആദൗ എന്ന് പറഞ്ഞാൽ ആദിയിൽ,
അപ്പം ആദിയിൽ എന്നുള്ളതിനെ മലയാളത്തിൽ പറയുമ്പോൾ ആദ്യമായിട്ട് എന്ന് പറയാം. നേരെ വാച്യാർത്ഥം പറഞ്ഞാൽ ആദിയിൽ എന്നർത്ഥം. അപ്പം ആദിയിൽ എന്ന് പറഞ്ഞാൽ വിഷമ. അപ്പോൾ ആദ്യമായിട്ട് എന്ന് പറയാം. ആദ്യമായിട്ട് എന്താണ്? നിത്യാനിത്യ വസ്തു വിവേക പരിഗണ്യതേ. നിത്യാനിത്യ വസ്തു വിവേകം പരിഗണിക്കപ്പെടുന്നു. നിത്യമെന്ത് അനിത്യമെന്ത് എന്ന വസ്തുവിവേകം. വസ്തുവിവേകം എന്ന് പറഞ്ഞാൽ വസ്തുവെ സംബന്ധിക്കുന്ന വിവേകം. വിവേകം എന്ന് പറഞ്ഞാലോ വേർതിരിക്കുക. വേർതിരിക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയുക. നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളൊരു വാക്കാണത്, വിവേകം ചെയ്യുക. വിവേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക. എന്തിനെ വേർതിരിക്കുക? വസ്തുക്കളെ വേർതിരിക്കുക. ഏത് വസ്തുക്കളെ? നിത്യവും അനിത്യവുമായ വസ്തുക്കളെ വേർതിരിക്കുക. ഇതാണ് ആദൗ പരിഗണ്യതേ, ആദ്യമായിട്ട് ഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗണിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കഴിഞ്ഞ ശ്ലോകവുമായി ബന്ധപ്പെടുത്തണം. കാരണം അവിടെ 4 സാധനകൾ പരിഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു മനീഷികളാൽ. 4 സാധനകൾ പറയപ്പെട്ടിരിക്കുന്നു. അതിലാദ്യത്തെ സാധന നിത്യാനിത്യ വസ്തു വിവേകമാണ്. അതിനെ ചുരുക്കമായിട്ട് വിവേകം എന്ന് പറയും, അല്ലെങ്കിൽ നിത്യാനിത്യ വിവേകം എന്ന് പറയും. ഒന്നും കൂടി വിശദമാക്കിയാൽ നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയും. വെറും വിവേകം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, വേർതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ സാധന, പരിഗണ്യതേ. തദനന്തരം, അതിനുശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഇഹാമുത്രഫലഭോഗ വിരാഗ. ചുരുക്കി പറഞ്ഞാൽ വിരാഗ. എന്താ വിരാഗ? രാഗം ഒഴിഞ്ഞ അവസ്ഥ. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. വിരാഗസ്യ ഭാവം വൈരാഗ്യം. വിരാഗത്തിൻ്റെ ഭാവമാണ് വൈരാഗ്യം. മലയാളത്തിലെ വൈരാഗ്യമല്ല, അത് വേറെയാണ്. മലയാളത്തിൽ വൈരാഗ്യം വേറെ, സംസ്കൃതത്തിൽ വൈരാഗ്യം വേറെ. അപ്പം രാഗമൊഴിഞ്ഞ അവസ്ഥ. എന്താ രാഗം? രാഗം എന്ന് പറഞ്ഞാൽ സുഖാനുശയീ രാഗ എന്ന് പറയും. സുഖത്തിനായിക്കൊണ്ട് വിഷയത്തോടുള്ള ഒട്ടിച്ചേരലാണ് രാഗം. സ്ത്രീയാവാം, പുരുഷനാവാം, മറ്റു വസ്തുക്കളാവാം, സ്ഥാനങ്ങളാവാം, ഇന്നതെന്നില്ല. കാമം, രാഗം ഇവയെ നമ്മൾ വേർതിരിക്കണം. ഏതെങ്കിലും അപ്രാപ്തമായൊരു വസ്തു, തനിക്കിപ്പോൾ പ്രാപ്തമല്ലാത്തൊരു വസ്തു തനിക്ക് സുഖത്തെ നൽകും എന്ന സങ്കല്പത്തോടു കൂടി അതിനെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് കാമമാണ്. കാമിച്ചതിനെ പ്രാപിക്കാം, പ്രാപിക്കാതിരിക്കാം. അങ്ങനെ പ്രാപിച്ചാൽ സുഖഹേതുവിനായിക്കൊണ്ട് അതിനോട് ചേർന്നിരിക്കാനുള്ള ആ ഒരു മനോഭാവമാണ് രാഗം. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരാളുടെ പോക്കറ്റിൽ ഒരു പേന കണ്ടു, നല്ല പേന വിചാരിച്ചു. അത് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിച്ചാൽ അത് രാഗമല്ല, അത് കാമമാണ്. ആ കാമത്തിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അത് ക്രോധമാകും. അപ്പോൾ അന്ന് അദ്ദേഹത്തോട് ചോദിക്കും, അതെനിക്ക് തരുമോ? ഇല്ലെങ്കിൽ മോഷ്ടിക്കും. രണ്ടല്ലേ ഉള്ളൂ വഴി, 2 വഴിയാണുള്ളത്. രണ്ടായാലും എനിക്ക് പ്രാപ്തമായി. പ്രാപ്തമായിട്ട് അതിനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, സുഖത്തിനായിക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മനോഭാവമാണ് രാഗം. ഇതിന് നേരെ വിപരീതമാണ് ദ്വേഷം. ഇത് ദുഃഖകാരണമാകുമെന്ന് മനസ്സിലാക്കി അതിനെ അകറ്റുന്നതാണ് ദ്വേഷം. രാഗവും ദ്വേഷവും ഒന്നിൻ്റെ തന്നെ 2 ഭാവങ്ങളാണ്. അതുകൊണ്ട് ഭഗവാൻ പതഞ്ജലി മഹർഷി സുഖാനുശയീ രാഗ ദുഃഖാനുശയീ ദ്വേഷ എന്നാണ് നിർവചിക്കുന്നത്.
രാഗദ്വേഷങ്ങൾ നമുക്ക് ഇന്ദ്രിയങ്ങളിൽ വ്യവസ്ഥിതമാണ്. എനിക്ക് രാഗദ്വേഷം ഇല്ല എന്ന് ആർക്കും പറഞ്ഞുകൂടാ. ഞാൻ പറയുകയാണ് എനിക്ക് രാഗദ്വേഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണെന്ന് മനസ്സിലായിക്കൊള്ളുക. ഇന്ദ്രിയത്തിൽ വ്യവസ്ഥിതമാണ് രാഗദ്വേഷങ്ങൾ. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ. പിന്നെ അതിനപ്പുറത്തേക്ക് ബാക്കി ചിന്തിക്കേണ്ടതാണ്. എത്ര കണ്ട് അതിനനുസരിച്ച് പോകുന്നു, എത്ര കണ്ട് പോകുന്നില്ല എന്നുള്ളത് മറ്റു വിഷയമാണ്. ഇന്ദ്രിയത്തിൽ രാഗദ്വേഷം വ്യവസ്ഥിതമാണ്. അപ്പം രാഗം ഒഴിഞ്ഞ അവസ്ഥയാണ് വിരാഗ. രാഗം ഒഴിഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിവേകം കൊണ്ട്, ആദ്യം പറഞ്ഞ വിവേകം കൊണ്ട് രാഗത്തെ ബാധിക്കാതെ കണ്ട് നിർത്തുക എന്നുള്ളതാണ് വിരാഗം. ആ വിരാഗത്തിൻ്റെ ഭാവമാണ് വൈരാഗ്യം. അപ്പം ഇവിടെ ഇഹാമുത്ര ഫലഭോഗ വിരാഗ. ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, അമുത്ര എന്ന് പറഞ്ഞാൽ അവിടെ. ഈ ഇവിടെ അവിടെ എന്ന് പറയുന്നത് ദേശത്തിൻ്റെ അപേക്ഷയിലാണല്ലോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ, അതാണ് ഈ ലോകം. ഇവിടെ പല പല വിഷയങ്ങളുണ്ട്. അത് ഒരാൾക്ക് ഏത് വിഷയമാണ് അയാളെ ആകർഷിക്കുന്നത്, കാമരാഗങ്ങൾക്ക് ഹേതുവാകുന്നത് എന്ന് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. ഇല്ലേ? ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ ദൃഷ്ടിയിൽ കാമരാഗത്തിന് ആസ്പദമായത് മറ്റൊരാൾ അതിനെ ഉപേക്ഷിച്ചും വേറൊന്ന് നേടാൻ ശ്രമിച്ചു എന്ന് വരും. ചിലർക്ക് സ്ഥാനമാകാം, പണമാകാം, പ്രശസ്തിയാകാം, പലതാകാം. എന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും സ്ത്രീയാകാം, പുരുഷനാകാം, മറ്റു വിഷയങ്ങളാകാം, നപുംസകമാകാം, എന്തും ആവാം. ഇതൊക്കെ ഈ ലോകത്തിലുണ്ട്. ഇത് നമ്മൾ കാണുന്നത് അഥവാ ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നത്, അനുഭവിക്കുന്നതോ അനുഭവിക്കാൻ യോഗ്യമായതോ ഒക്കെയാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. അഥവാ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആവാം. കേൾക്കുകയാണ്, വായിക്കുകയാണ്. എന്ത്? മരണാനന്തരം സ്വർഗം തുടങ്ങിയ ചില ലോകങ്ങളുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, തേനുണ്ട്, പാലുണ്ട്, അടിയിൽ കൂടെ നീരൊഴുക്കുണ്ട്, സുന്ദരിമാരായ അപ്സരസുകളുണ്ട്, സുന്ദരന്മാരായ ഗന്ധർവന്മാരുണ്ട്, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്, മദ്യമുണ്ട്, ഹൂറികളുണ്ട്, അവർ പാത്രത്തിൽ മദ്യം കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് 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 കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചില ലോകങ്ങളുണ്ട്. അതുണ്ടെന്നങ്ങ് വിശ്വസിച്ചു, ധരിച്ചു. അപ്പോൾ അവിടുത്തെ സുഖങ്ങളിലുള്ള, അവിടുത്തെ വിഷയങ്ങളിലുള്ള ആഗ്രഹമായി. ഇങ്ങനെ ഈ ലോകത്തിലുള്ള, പരലോകത്തിലുള്ള, അതാണ് ഇഹ അമുത്ര. അമുത്ര എന്ന് പറഞ്ഞാൽ അവിടെ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ. ഇവിടെയും അവിടെയുമുള്ള ഫലങ്ങൾ, ആ ഫലങ്ങളെ ഭോഗിക്കുന്നത്, അതാണ് ഇഹാമുത്ര ഫലഭോഗം. ആ ഭോഗങ്ങളിൽ നിന്നുള്ള വിരാഗ, രാഗമൊഴിഞ്ഞ അവസ്ഥ, അതാണ് ഇഹാമുത്ര അർത്ഥ ഫല വിരാഗ. ഇതാണ് രണ്ടാമത് പറയേണ്ടത്. അപ്പോൾ ഒന്നിൽ നിന്നാകുന്നു രണ്ടുണ്ടാവുന്നത്. വിവേകത്തിൽ നിന്നാണ് വിരക്തി, വൈരാഗ്യം ഉണ്ടാകുന്നത്.
പിന്നെ ശമാധി ഷഡ്ക സമ്പത്തി. മൂന്നാമത് ശമാധി ഷഡ്ക സമ്പത്തി. ശമാധി എന്ന് പറഞ്ഞാൽ ശമം തുടങ്ങിയവ, ശമം തുടങ്ങിയ ഷഡ്കം. ഷഡ്കം എന്ന് പറഞ്ഞാൽ 6 ചേർന്നത്. ഷഡ് എന്ന് പറഞ്ഞാൽ 6, ഷഡ്കം എന്ന് പറഞ്ഞാൽ 6 ചേർന്നത്. ഈ 6 ചേർന്നതിനെ സമ്പത്തി എന്നാണ് പറഞ്ഞത്. സമ്പത്തിയാണ്. എന്താ സമ്പത്തി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സമ്പത്തിയൊക്കെ തന്നെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ്, നേടേണ്ടതാണ്. നേടിയാൽ മാത്രം പോരാ, അവ നിലനിൽക്കണമെങ്കിൽ പരിപാലിക്കേണ്ടതാണ്. അപ്പം നേടാൻ പണിയെടുക്കണം, പരിപാലിക്കാനും പണിയെടുക്കണം. എന്നാൽ മാത്രമേ നേടാനൊക്കൂ, നേടിയതിനെ സംരക്ഷിക്കാനൊക്കൂ. അതുകൊണ്ടാണ് ഈ സാധനകൾക്ക് സമ്പത്തി എന്ന് പറഞ്ഞത്. അങ്ങനെ 6 സമ്പത്തുണ്ട്. എന്തൊക്കെയാണെന്ന് ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആചാര്യൻ ഇവിടെ വളരെ ലളിതമായിട്ട് നമുക്ക് വേണ്ടി പറഞ്ഞു തരും. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം, ഇവയാണ് ഈ 6 എണ്ണം എന്ന് മനസ്സിലാക്കുക. ശമം, മനസ്സിൻ്റെ നിയന്ത്രണം. ദമം, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. നിയന്ത്രണം എന്ന് പറഞ്ഞാൽ അവയെ കൊല്ലുകയല്ല, ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ കൊല്ലുകയല്ല, തൻ്റെ അധീനത്തിൽ വയ്ക്കുകയാണ്. ഉപരതി, ഉപരതി എന്ന് പറയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ആചാര്യൻ ഉപരതിക്ക് സന്യാസം എന്നൊക്കെ അർത്ഥം കൊടുക്കുന്നുണ്ട്. അതായത് ആ ഫലം എനിക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി സകാമമായി നമ്മൾ യാഗാദി കർമ്മങ്ങളെ ചെയ്യുന്നുണ്ട്. അതിരാത്രം, സോമയാഗം, ഇങ്ങനെ പല കർമ്മങ്ങളുണ്ട്. ഈ സകാമങ്ങളായ കർമ്മങ്ങളിൽ നിന്നെല്ലാമുള്ള പിന്തിരിയലാണ് ഉപരതി എന്ന് ചില സന്ദർഭങ്ങളിൽ അർത്ഥം പറയും. എന്നാൽ ശമദമങ്ങൾ അഭ്യസിക്കുന്നൊരു സാധകൻ വിവേകത്തോടു കൂടി ബോധപൂർവമായിട്ട് അവയെ അഭ്യസിക്കുകയാണ്, ഈ ശമദമങ്ങളെ. എന്നാൽ അവ സ്വാധീനമായ അവസ്ഥ ഉണ്ടല്ലോ. അഭ്യസിച്ച് അവ സ്വാധീനമായ അവസ്ഥയുണ്ട്. സ്വാഭാവികമായി ഇന്ദ്രിയങ്ങളും മനസ്സും പിന്തിരിഞ്ഞിരിക്കുന്ന അവസ്ഥാവിശേഷത്തിനും ഉപരതി എന്ന് പറയാം. അപ്പം സ്വാഭാവികമായ ഇന്ദ്രിയ മനസ്സുകളുടെ പിന്തിരിഞ്ഞ് തന്നിലുള്ള ഇരിപ്പിനെ ഉപരതി എന്ന് പറയാം. സകാമ കർമ്മങ്ങളിൽ നിന്നുള്ള, യാഗാദി കർമ്മങ്ങളിൽ നിന്നുള്ള പിന്തിരിയലിനെ പറയാം ഉപരതി. അപ്പോൾ ശമം, ദമം, ഉപരതി. പിന്നെ തിതിക്ഷ. തിതിക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതമുഷ്ണം, പൂജാപരിഭവം, സ്തുതി, നിന്ദ, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ വരിക തന്നെ ചെയ്യും. സുഖമുണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ സുഖം ഉണ്ടാവും. അപ്പോൾ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇവയൊന്നും സ്ഥായിയല്ല. ഇത് മനസ്സിലാക്കി ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളെ സമചിത്തതയോടുകൂടി സഹിക്കുന്നതാണ് തിതിക്ഷ. പിന്നെ വരുന്നു ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ്. ഗുരുനാഥൻ്റെ വാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധി. പിന്നെ വരുന്നത് സമാധാനമാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സ് ആധാനം ചെയ്യപ്പെട്ട അവസ്ഥയാണ്, അടക്കപ്പെട്ട അവസ്ഥ, ഉള്ളടക്കം എന്ന് പറയാം. അപ്പം നമ്മൾ ശാസ്ത്രം ശ്രവണം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് വിവിധ വിഷയങ്ങളിൽ തളച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ ശരീരമുണ്ടെങ്കിലും നമ്മളൊന്നും കേൾക്കുന്നില്ല. ഇപ്പം എന്താണോ ചെയ്യുന്നത് അത് അവിടെ ആയിരിക്കണം നമ്മൾ. അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊന്ന് ചെയ്യാം, അത് കഴിഞ്ഞ് മറ്റൊന്ന് ചെയ്യാം.
ഈ പഠനത്തിലുള്ള, സ്വാധ്യായത്തിലുള്ള അല്ലെങ്കിൽ സ്വാധ്യായ വേളയിലുള്ള മനസ്സിൻ്റെ അടക്കം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് കേട്ടിട്ട് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനമില്ല. അതാണ് സമാധാനം. സമ്യക് മനസ്സ് ആധാനം ചെയ്യപ്പെട്ട അവസ്ഥ. ഇത്രയുമാണ് ശമാധി ഷഡ്കം. ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. ഈ 6ഉം സമ്പത്തുകളാണ്, നമ്മൾ സമ്പാദിക്കേണ്ടതാണ്, ബോധപൂർവം നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കേണ്ടതാണ്. അവ നിലനിൽക്കാനും നമ്മുടെ ജാഗ്രത ആവശ്യമാണ് എന്നർത്ഥം. അതാണ് ശമാധി ഷഡ്ക സമ്പത്തി. പിന്നെ മുമുക്ഷുത്വം. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിൽ തനിക്ക് മോക്ഷം വേണം, അജ്ഞാനത്തിൽ നിന്നുള്ള മോചനം വേണം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം വേണം, പാരതന്ത്ര്യത്തിൽ നിന്നുള്ള മോചനം വേണം എന്നുള്ള ദൃഢമായ ഇച്ഛയാണ് മുമുക്ഷുത്വം. സ്ഫുടമായിട്ട്. എന്തിനാണ് സ്ഫുടം എന്ന് പറയുന്നത്? ഇങ്ങനെ 4 സാധനകൾ മനീഷികളാൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് നേരത്തെ ശ്ലോകവുമായിട്ട് ബന്ധിപ്പിക്കണം. ഇപ്പോൾ സാധനാനി ചത്വാരി കഥിതാനി, 4 സാധനകൾ പറയപ്പെട്ടിട്ടുണ്ട്. അവ ഉണ്ടെങ്കിലേ സന്നിഷ്ഠ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ല. അതിലാദ്യം നിത്യാനിത്യ വിവേകമാണ്, അനന്തരം ഇഹാമുത്ര ഫലഭോഗ വിരാഗമാണ്, പിന്നീട് ശമാധി ഷഡ്ക സമ്പത്തിയാണ്, പിന്നീട് മുമുക്ഷുത്വമാണ്. ഇവയാണ് സാധന എന്ന് സ്ഫുടം കഥിതാനി, സ്ഫുടമായി പറയപ്പെട്ടിരിക്കുന്നു, സ്പഷ്ടമായി പറയപ്പെട്ടിരിക്കുന്നു. ആരാൽ? മനീഷികളാൽ. ഇതാണ് ഈ 18ഉം 19ഉം ശ്ലോകങ്ങൾ. ഒരു ശ്ലോകം കൂടി ശ്രദ്ധിക്കാം. അപ്പം അതിലാദ്യം നിത്യാനിത്യ വസ്തുവിവേകമാണ് ഒന്നാമത്തെ സാധനയായിട്ട് പരിഗണിച്ചത്. പരിഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താണ് നിത്യാനിത്യ വസ്തുവിവേകം? പറയാണ്, ബ്രഹ്മസത്യം ജഗന്മിഥ്യേത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തുവിവേകഃ സമുദാഹൃതഃ. ബ്രഹ്മസത്യം ജഗന്മിഥ്യേത്യേവം രൂപോ വിനിശ്ചയഃ സോയം നിത്യാനിത്യവസ്തുവിവേകഃ സമുദാഹൃതഃ. ബ്രഹ്മസത്യം ജഗത്ത് മിഥ്യ ഇത്യേവം രൂപഃ വിനിശ്ചയഃ നിത്യാനിത്യവസ്തുവിവേകഃ സമുദാഹൃതഃ. ഇവിടെ ആചാര്യൻ കുറച്ചുയർന്ന തലത്തിലാണ് പറയുന്നത്. ചിലർക്ക് കഥ പറയാൻ നല്ല ചാതുര്യം ഉണ്ടാവും. അവർ കഥയുടെ അറ്റം വരെ അതിൻ്റെ അവസാനം എന്താണോ സംഭവിക്കാൻ പോകുന്നത് അത് പറയാണ്ട് കൊണ്ടുപോയിട്ട് അവസാനം ക്ലൈമാക്സ് വയ്ക്കും. എന്നാൽ പലപ്പോഴും അത് നമുക്ക് സാധിക്കില്ല. ഇതിനിടയ്ക്ക് പറഞ്ഞു പോകും. ഇവിടെ വാസ്തവത്തിൽ വിവേകത്തിൻ്റെ പരമാവധി ആദ്യമേ അങ്ങ് പറഞ്ഞുപോയി ആചാര്യനോട്. അപ്പം പ്രാഥമിക തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ വിവേക ചൂടാമണി പറഞ്ഞ ഈ നിർവചനം തന്നെ ഓർമ്മിച്ചോളണമെന്നൊന്നുമില്ല പ്രാഥമിക തലത്തിൽ. കാരണം
ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ളത് കുറേയും കൂടി ശാസ്ത്രവൃത്തിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് താത്പര്യമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച്, പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസം മാത്രമാണ്. നമ്മൾ ഒന്നിച്ചു പോകുന്നുണ്ടോയെന്ന് അറിയില്ല. പഠിച്ചു തുടങ്ങുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസം മാത്രമാണ്, അവൻ്റെ അനുഭവമല്ല. കാരണം അവനെ സംബന്ധിച്ച് സത്യമായിട്ട് ജഗത്ത് നിലകൊള്ളുന്നുണ്ട്. ഗുരുവുണ്ട്, ശിഷ്യനുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. അപ്പോൾ ജഗന്മിഥ്യ എന്നവൻ പറഞ്ഞാൽ അത് കേവലം ഒരു വിശ്വാസം മാത്രമാണ്. ആ തലത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് പ്രാഥമിക തലത്തിൽ വിവേകം എന്ന് പറഞ്ഞാൽ തൻ്റെ ചുറ്റുപാട് താൻ കാണുന്ന, താൻ അനുഭവിക്കുന്ന, താൻ ബന്ധപ്പെടുന്ന വസ്തുക്കൾ, വ്യക്തികൾ, സ്ഥാനങ്ങൾ, എന്തിനെയൊക്കെ താൻ ആശ്രയിക്കുന്നോ, എന്തിനെയൊക്കെ അനുഭവിക്കുന്നുവോ അതൊക്കെയും അനിത്യമാണ്. എല്ലാം അനിത്യമാണ്. നിത്യമായിട്ടില്ല ഒന്നും. എല്ലാം ജനിക്കുന്നതും അതുകൊണ്ട് തന്നെ മരിക്കുന്നതുമാണ്. ഉണ്ടായതും അതുകൊണ്ട് തന്നെ നശിക്കുന്നതുമാണ്. അപ്പം എൻ്റെ ചുറ്റും ഞാൻ അനുഭവിക്കുന്ന ലോകം, എൻ്റെ അനുഭവമണ്ഡലം എല്ലാം നശിക്കുന്ന വസ്തുക്കളാണ്. ഇതുറപ്പിക്കുന്നു. ഇതിന് വലിയ ബ്രഹ്മസത്യം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സാമാന്യമായ വിവേകത്തിൽ നിന്നാണത് മനസ്സിലാവുക. ആ വിവേകമാണത്. എന്തിനെയൊക്കെ ഞാൻ സമാശ്രയിച്ചോ അതൊക്കെ നശിക്കുന്നതാണ്. എന്തിന് സമാശ്രയിച്ചു? സുഖത്തിന്, സുഖപ്രാപ്തിക്കും ദുഃഖനിവൃത്തിക്കും വേണ്ടി എന്തിനെ ഞാൻ സമാശ്രയിച്ചു? അത് വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, എന്തോ ആവട്ടെ, ഈ ഭൗമമായ എന്തോ ആവട്ടെ, എല്ലാം നശിക്കുന്നതാണ്. അപ്പം ഞാൻ കാണുന്ന, ഞാൻ അറിയുന്ന എല്ലാം നശിക്കുന്നതാണ്. ശരി, അതുറച്ചു. അപ്പോഴാണ് വിവേകം വരുന്നത്. ഈ നശിക്കുന്നതായ വസ്തുക്കളൊക്കെ ഉണ്ടായി നിലനിന്നിട്ടാണ് നശിക്കുന്നത്. അപ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുക എന്നുള്ള ചലനത്തിനവ വിധേയമാകണമെങ്കിൽ നിശ്ചയമായും ഞാൻ കാണാത്ത ഒരധിഷ്ഠാനം അതിന് വേണം. അനിത്യമായ സകലത്തിനും തന്നെ നിത്യമായ ഒരടിസ്ഥാനം വേണം. ഇത് യുക്തിപൂർവം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. ഞാൻ നടന്ന് നീങ്ങുമ്പോൾ നീങ്ങാത്ത ഒരടിത്തറ അനിവാര്യമാണ്. അടിത്തറയിൽ നീങ്ങുകയാണെങ്കിൽ ഞാൻ എത്ര നടന്നാലും നീങ്ങില്ല. ചലനം ആപേക്ഷികമായതുകൊണ്ട്. വളരെ അപകടകരമായ ഒരു കാഴ്ച ഏറെക്കുറെ നിത്യവും യാത്രാവേളകളിൽ കാണാറുണ്ട്. ഒന്നിലധികം മോട്ടോർ സൈക്കിളുകൾ ഒരേ വേഗതയിൽ ഓടിച്ചിട്ട് അവർ പരസ്പരം സംസാരിച്ചു പോകുന്നത് റോഡിൽ കാണാറുണ്ട്. അധിക ദിവസവും കാണാറുണ്ട്. ഒരേ വേഗതയിൽ 2 മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു, അവർ പരസ്പരം സംസാരിക്കുകയാണ്, 2 ഓടിക്കുന്ന ആൾക്കാർ. അത്യപകടകരമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ അപകടത്തെക്കുറിച്ചല്ല ഇപ്പോൾ ചർച്ച അവർ പരസ്പരം ഒരു കസേരയിൽ ഇരുന്ന്, 2 കസേരയിൽ ഇരുന്ന് സംസാരിക്കണ പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ ചലനമുണ്ടോ? അവർ ചലിക്കുന്നുണ്ടോ ആപേക്ഷികമായിട്ട്? ഇല്ല. അവരചലമായിട്ടാണ്. ചലിക്കുന്നുണ്ടെങ്കിൽ അവർ അങ്ങ് പാസ് ചെയ്ത് പോകേണ്ടതാണ്. അതില്ല. എന്നാൽ അവർ വണ്ടി ചലിക്കുന്നുണ്ടോ? ഭൂമിയുടെ അപേക്ഷയിൽ ചലിക്കുന്നുണ്ട്. ഇപ്പം ചലിക്കാത്ത അടിത്തറയുടെ അപേക്ഷയിൽ ചലിക്കുന്നുണ്ട്. ചലിക്കുന്ന 2 പേരും പരസ്പരാപേക്ഷയിൽ ചലിക്കുന്നില്ല. ശരിയാണല്ലോ? 1 ഇഞ്ച് പോലും ചലിക്കുന്നില്ല.
രണ്ടും ശരിയാണ്. ചലനം എന്നുള്ളത് തീർത്തും ആപേക്ഷികമാണ്. അപ്പോൾ ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറ്റങ്ങൾ വരിക, തളരുക, നശിക്കുക എന്നീ ഷഡ്ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ നാം അറിഞ്ഞനുഭവിക്കുന്ന എല്ലാം. ഇവയുടെ ചലനത്തിന് നിശ്ചയമായും അചലമായൊരടിസ്ഥാനം വേണം. അനിത്യങ്ങളായ ഇവയ്ക്ക് നിത്യമായൊരടിത്തറ അനിവാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു വിവേകം, അതാണ് വാസ്തവത്തിൽ നിത്യാനിത്യ വസ്തുവിവേകം. അവിടെ നമ്മുടെ അഭിപ്രായത്തിൽ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നൊന്നും ആദ്യമേ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞത് തെറ്റാണെന്നാണോ നിങ്ങൾ പറയണത്? തെറ്റാന്നല്ല പറഞ്ഞത്. അത് ആചാര്യൻ എന്തുണ്ട് അവസാനം പറയേണ്ടതാണ് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിത്യമായ അടിസ്ഥാനം ബ്രഹ്മമാണെന്ന് നമ്മൾ പഠിക്കും. അനിത്യമായതുകൊണ്ട് ജഗത്ത് മിഥ്യയാണെന്നും പഠിക്കും. അത് രണ്ടും പിന്നീട് സ്വാധ്യായത്തിലൂടെ ഗ്രഹിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. പക്ഷെ ആചാര്യൻ ആദ്യമേ അങ്ങ് പറഞ്ഞു. ചിലപ്പോൾ മുത്തശ്ശി കഥ പറയുമ്പോൾ കഥയുടെ മധ്യത്തിൽ തന്നെ അവസാനം പറഞ്ഞു പോകാറുണ്ട്. പിന്നെ കുഞ്ഞിനത് കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ല, അല്ലേ? ഇതുപോലെ അവിടെ. അപ്പോൾ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ഇത്യേവം വിനിശ്ചയ. ബ്രഹ്മസത്യം, സത്യം ബ്രഹ്മമാണ്, ജഗത്ത് മിഥ്യയാണ്. എന്താ മിഥ്യ എന്ന് പറഞ്ഞാൽ? മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നല്ല അർത്ഥം. പലരും മിഥ്യ എന്നുള്ളതിന് ഇല്ലാത്തത് അസത്യം എന്നർത്ഥം പറയാറുണ്ട്. അത് തെറ്റാണ്. ഉണ്ടെന്ന് കാണപ്പെടുന്നു, അറിയപ്പെടുന്നു, അനുഭവിക്കപ്പെടുന്നു, എന്നാൽ സത് ഭിന്നമായിട്ടില്ല. സത് ഭിന്നമായിട്ടില്ല എന്നിരിക്കെ ഉള്ളതായി അനുഭവപ്പെടുന്നതാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ. വേദാന്ത പഠനം ചെയ്തു തുടങ്ങുന്നവർ തന്നെ കേട്ടുമടുത്തിട്ടുള്ള ദൃഷ്ടാന്തം പറഞ്ഞാൽ, മൺകുടം എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് ഭിന്നമായിട്ടില്ല. അപ്പോൾ കുടം, ചട്ടി, കൂജ തുടങ്ങി പല ആകൃതി വിശേഷങ്ങളിൽ മൺപാത്രങ്ങൾ വെച്ചാലും അത് മണ്ണല്ലാതെ മറ്റൊരു വസ്തുവും അല്ല. അവിടെ മൺകുടമില്ലേ? ഉണ്ട്. മണ്ണിൽ നിന്ന് ഭിന്നമായിട്ടുണ്ടോ? ഇല്ല. ഇത് കേവലം വ്യാവഹാരിക സത്യത്വം മാത്രമാണ് കുടം തുടങ്ങിയവയ്ക്കുള്ളത് എന്ന് കാണുന്നു, അല്ലെങ്കിൽ കാണിക്കുന്നു. ഇതുപോലെയാണ് പ്രാതിഭാസികമായ സത്യങ്ങൾ. അത് കേവലം പ്രതിഭാസത്തിൽ മാത്രമുള്ളതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മിക്കവാറും സിനിമ മാറും. സിനിമാ കോട്ടയിൽ, ടോക്കീസിൽ. അക്കാലത്ത് ടോക്കീസാണ്. അന്ന് എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി സ്കൂളിൽ നിന്നൊരു ഓട്ടമാണ്. ഇതിൻ്റെ പ്രൊജക്ടർ റൂമിൻ്റെ സൈഡിലേക്ക്. അവിടെ കുറേ കഷ്ണം ഫിലിമുകളുണ്ടാവും ഇവർ ഉപേക്ഷിച്ചത്. ബാക്കി പൊട്ടിയെടുത്തൊക്കെ ഒട്ടിക്കും. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ചിലത് ഉപേക്ഷിക്കും. ഇതെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോവുക ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ അയാൾ ചില പണിയൊക്കെ തരും. അതൊക്കെ എടുക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം കിട്ടിയാൽ മതി കുറേ. അതിൽ തൻ്റെ ഇഷ്ട നടനും നായികയും നായകനും ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് ജീവനില്ല. അത് ഉള്ളതായി ഭാസിക്കുന്നില്ല. വെറും ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ്. അത് ജീവനുള്ളതായിട്ട് ഭാസിക്കുന്നില്ല നമുക്ക്.
ആ കാലത്ത് കിട്ടണമെന്നും ഫോട്ടോഗ്രാഫെന്നും പറയാൻ വയ്യ, ഒരു നെഗറ്റീവായിട്ടേ തോന്നുള്ളൂ. പക്ഷെ അത് തന്നെ അമിത വേഗതയിൽ ഈ യന്ത്രത്തിലൂടെ കറങ്ങുമ്പോഴോ നമ്മുടെ മുമ്പിലൊരു ജീവിതം ആവിഷ്കൃതമാകുന്നു. കണ്ട് നമ്മൾ സുഖിക്കുന്നു, ദുഃഖിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു. ഇത്ര വേണ്ടാന്ന് വിചാരിച്ചാലും ചിലത് കണ്ടാൽ കരഞ്ഞു പോകും, ചിലത് കണ്ടാൽ ചിരിച്ചു പോകും. നല്ല ഇടിയൊക്കെ ആകുമ്പോൾ ഉദ്വേഗം ഉണ്ടാവും, ഇല്ലേ? എല്ലാം ഉണ്ടാവും. കാരണം നമ്മളതിനോട് ചേർന്നു, നമ്മുടെ മുമ്പിൽ ഒരു ജീവിതം ആവിഷ്കരിക്കപ്പെടുകയാണ്. അതില്ല എന്ന് പറയരുത്. അപ്പം അവിടെ ആ സിനിമയുടെ ഇതിവൃത്തം ഉള്ളതായി നമ്മുടെ മുമ്പിൽ ഭാഷിക്കുക. ഇതന്നെ ജീവിതം. ഇത്ര തന്നെയാണ് ജീവിതം. അത് അമിത വേഗതയിൽ കറങ്ങിയപ്പോൾ അത് ഉള്ളതായി. ഇത് പ്രാതിഭാസിക സത്യത്തിന് ദൃഷ്ടാന്തമാണ്. ഈ പറഞ്ഞ രണ്ട് ദൃഷ്ടാന്തങ്ങളിലും, അതായത് വ്യാവഹാരികത്തിലും പ്രാതിഭാസികത്തിലും, സദ്വസ്തുവിൽ നിന്ന് ഭിന്നമായിട്ട് അവയ്ക്ക് രണ്ടിനും നിലനിൽപ്പില്ല. സദ്ഭിന്നമായിട്ട് നിലനിൽപ്പില്ലാത്തതും ഉള്ളതായി അറിയപ്പെടുന്നതും എന്തോ അതാണ് മിഥ്യ. ജഗത്ത് മിഥ്യയാണ്. ജഗത്തില്ല എന്നല്ല പറഞ്ഞത്, മിഥ്യയാണ്. ഈ ഒരു നിശ്ചയത്തിനാണ് നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നൊന്നും മനസ്സിലാക്കണ്ട. മറിച്ച് ഞാൻ ബന്ധപ്പെടുന്ന, ഞാൻ അറിയുന്ന ഈ പ്രപഞ്ചം മുഴുവൻ അനിത്യമാണെന്നും അനിത്യങ്ങളായ വസ്തുജാലങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിത്യമായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്നും, അതെന്താണെന്ന് അറിയില്ല, ബ്രഹ്മാന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇന്നേ അറിയുള്ളൂ, ശ്രവണമൊക്കെ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. ആ ഒരു നിശ്ചയമാണ് നിത്യാനിത്യ വസ്തു വിവേകം. ഇനി എന്താണ് വൈരാഗ്യം, എന്താണ് ശമാധി ഷഡ്കം, ഇതൊക്കെ ക്രമമായി പഠിക്കേണ്ടതുണ്ട്. ഇന്ന് സാധാരണ പോലെ പറയുന്നില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.